ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു ചിക്കൻ ഫ്രൈ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അതും അടിപൊളി ടേസ്റ്റിൽ നമ്മൾ കബാബൊക്കെ കഴിക്കുന്നത് ഈ ടേസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് വലിയ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ മാത്രം മതി. ആദ്യമായിട്ട് നമ്മൾ 2 കിലോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക്. അത് എരിക്കനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. അടുത്തായിട്ട് വേണ്ടത് ഒരു സവാളയാണ്. സവാള ജസ്റ്റ് ഇങ്ങനെ ഒരു 4 പീസായിട്ട് കീറി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്തായാലും അരയ്ക്കാനുള്ളതാണ്, അതുകൊണ്ട് വലിയതായിട്ട് അരിയൊന്നും വേണ്ട. അതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ പെപ്പർ ഇടുക, എന്ന് വെച്ചാൽ കുരുമുളക് പൊടി. അത് നിങ്ങളുടെ ആവശ്യാനുസരണം നമുക്ക് ഇടാം കേട്ടോ. നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെങ്കിൽ പെപ്പർ കൂടുതലിടാം. പിന്നെ 2 ടീസ്പൂൺ ചില്ലി പൗഡർ. അതൊരു കളറിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ചില്ലി പൗഡർ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെപ്പർ മാത്രം കുറച്ചുകൂടെ ഒന്ന് ക്വാണ്ടിറ്റി കൂടി ഇട്ടിരുന്നാൽ മതി. പിന്നെ ഉപ്പാണ് ഇടുന്നത്. ഉപ്പ് വീട്ടിൽ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കല്ലുപ്പ് ഇട്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ നോർമൽ ഉപ്പാണ് വീട്ടിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഇട്ടാലും മതി. പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അടുത്തായിട്ട് വേണ്ടത് തൈരാണ്. തൈര് നമ്മൾക്ക് ഇതൊന്ന് പേസ്റ്റ് ആവേണ്ട രീതി എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് കൂടിപ്പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പേസ്റ്റ് ആയി പോകും. അതിനെക്കാട്ടിൽ ഈ ഒരു വീഡിയോക്കകത്ത് കാണുന്ന എമൗണ്ട് ഒഴിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/4 ഗ്ലാസ് ഒക്കെ, ചെറിയൊരു ഗ്ലാസിൻ്റെ ഒരു 1/4 ഗ്ലാസ് ആ ഒരു അളവ് ഒഴിച്ചാൽ മതി. പിന്നെ വേണ്ടത് മസാലയാണ്. മസാലയും കൂടെ ആഡ് ചെയ്യുക. അധികമായിട്ട് മസാല ഇടരുത്, ഒരു 2 ടീസ്പൂൺ മസാല ഇടുക. പിന്നെ വേണ്ടത് കടുകാണ്. കടുക് അത്യാവശ്യം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, അത് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. കടുക് ഇടുക. പിന്നെ അതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇനി ഗ്രൈൻഡ് ചെയ്ത് വെച്ച മിക്സ്ചർ എല്ലാം കൂടെ നമുക്ക് ഈ ചിക്കനിലേക്ക് ഒന്ന് പുരട്ടിയെടുക്കാം. നല്ല രീതിയിൽ ഒന്ന് പുരട്ടിയെടുക്കണം കേട്ടോ. എല്ലായിടവും ചിക്കൻ്റെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ പുരട്ടിയെടുത്തിട്ട് നമുക്ക് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ വെക്കുക. പാൻ വെച്ചിട്ട് നമുക്ക് ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അധികം ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ടാണ് അധികം ഓയിൽ ഒഴിക്കാത്തത്. അല്ലാതെ പാത്രത്തിലുള്ളതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചധികം ഓയിൽ ഒഴിക്കേണ്ടി വരും. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ എല്ലാം കൂടെ അതിൻ്റെ മണ്ടയ്ക്കൊട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്ഥലം അനുസരിച്ച് ഒന്ന് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആവുന്നതനുസരിച്ച് നമുക്ക് ഓയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതാകുമ്പം അടിയിൽ ഒട്ടി പിടിക്കാതെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഗ്രില്ല് ചെയ്ത് വേണമെങ്കിലും എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പാനിൽ വെച്ച് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കുഴപ്പമില്ല. കബാബിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് വരുന്നത്. ഞാനിപ്പോൾ അത്യാവശ്യം ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് ഹണിയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് റൈസിൻ്റെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ.